ഓക്കെ. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്കൗണ്ടിലൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു ഷോപ്പ് കീപ്പർ 3 കോൺസിക്യൂട്ടീവ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. 10%, 15%, 15%. അത് കഴിയുമ്പോഴത്തേക്ക് ഇയാൾ സെല്ല് ചെയ്യുമ്പോഴത്തേക്ക് 30.5 എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് പ്രൈസിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ദാറ്റ് ദ ഷോപ്പ് കീപ്പർ വുഡ് ഹാവ് ഏൺഡ് ഇഫ് ഹി ഹാഡ് ഗീവൺ ഡിസ്കൗണ്ട് 10%, 15% ഉള്ളി. അതായത് നേരത്തെ 10, 15, 15 കൊടുത്തിരുന്നത്. ഇപ്പോൾ 10, 15 മാത്രം കൊടുക്കുന്നുള്ളൂ എങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന്. അപ്പം ഞാൻ എക്സ് ആണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ് എടുത്തു നിന്ന് കഴിഞ്ഞാൽ ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അതായത് 10%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എത്രയാണ്? 1/10. 10 ഒരു ഐറ്റം 1 കുറച്ചിട്ട് 9 വിൽക്കുന്നു. ദെൻ 15%, 3/20. 20 ഒരു ഐറ്റം 3 കുറച്ചിട്ട് 17 വിൽക്കുന്നു. സോ 7/20 ഇൻറ്റു 17/20. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. എത്ര? 30%. അതായത് നിങ്ങൾ 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് എടുത്തതെങ്കിൽ 130.05 ഈ ഒരു കേസിൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. മീൻസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. 100 രൂപയാണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുത്തതെങ്കിൽ എന്താണ്? ഇതായിരിക്കും സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇനിയുള്ള കേസ് എന്താ പറഞ്ഞിരിക്കുന്ന? ഈ പ്രോഫിറ്റ് കൊടുക്കുന്നില്ല, സോറി, ഈ പറയുന്ന ഒരു ഇനി സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്? സപ്പോസ് 10ഉം 15 മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഈ പറയുന്ന പ്രോഫിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതേ ഐറ്റം തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ആക്ച്വലി ഈ ഒരു ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. ഈ ഒരു ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. × 20/70. × 20/70. അതായത് 130 130.05. 130.05 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 2601 എന്ന് പറഞ്ഞു കിട്ടും. /17. അതാണ് നമുക്ക് വരാൻ പോകുന്നത്. അതായത് അവിടെ നമുക്ക് എത്ര കിട്ടും? 153 എന്ന് പറഞ്ഞു കിട്ടും. 153 100 രൂപയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 53 ആയിരിക്കും പ്രോഫിറ്റ്. സോ 53% ഫൈനൽ ആൻസർ.